നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ പാറക്കടവിലും പഞ്ചവടി പാലത്തിന് സമീപവും പുലി ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. പാറക്കടവ് കൂറുകുന്ന് ഭാഗത്ത് കഴിഞ്ഞ ദിവസം കുറുനരിയെ കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് കരസ്ഥമാക്കി തൊടുപുഴ ന്യൂമാൻ കോളേജ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ന്യൂമാൻ കോളേജിന് ലഭിച്ചിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, കോളേജ് ബർസാർ ഫാദർ ബെൻസൺ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ല കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഡാൻ ഗ്രേഡ് 2024 ഏപ്രിൽ 29 തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുരങ്ങാട്ടിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കുരങ്ങാട്ടി മുട്ടത്ത് വിലാസിനിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത്. തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപം 4 റോഡുകൾ കൂടുന്ന ഭാഗത്ത് ഇരുചക്ര വാഹനത്തിൽ ടോറസ് ഇടിച്ച് അപകടം. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ പാറക്കടവിലും പഞ്ചവടി പാലത്തിന് സമീപവും പുലി ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. പാറക്കടവ് കൂറുകുന്ന് ഭാഗത്ത് കഴിഞ്ഞ ദിവസം കുറുനരിയെ കൊന്ന് ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് വനംവകുപ്പ് നടത്തിയ പരിശോധനകൾക്ക് ശേഷം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ പാറക്കടവിലും പഞ്ചവടി കനാലിന് സമീപവും പുലിയിറങ്ങിയതായി നാട്ടുകാർ. പാറക്കടവ് കൂറുകുന്ന ഭാഗത്ത് ചേരിയിൽ അഭിലാഷിന്റെ വീടിന് സമീപം കഴിഞ്ഞ ദിവസം കുറുനരിയെ കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയും തുടർ പരിശോധനകൾക്ക് ശേഷം മുറിവിന്റെ ആഴവും വ്യാപ്തിയും അനുസരിച്ച് പുലിയാകാമെന്ന അനുമാനത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. മിനിയാന്ന് ബൂത്ത് കിട്ടിയ ശേഷം ഞാനൊരു 10 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടാണ് ഈ പട്ടികൾ ഇങ്ങനെ കുറയ്ക്കുന്നത്. അത് പല ട്രിപ്പായിട്ട് പട്ടികൾ ഇങ്ങനെ കുറച്ചു. ഞാൻ പുറത്തിറങ്ങി നോക്കിയിട്ടും ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു 11 വരെ ഇങ്ങനെ പട്ടികൾ കുറച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇല്ല, ഒരു പ്രത്യേക സൗണ്ടിൽ. അത് കഴിഞ്ഞ് രാവിലെ ഞാനിവിടെ വന്ന് ഇപ്പോൾ ആൾ പറഞ്ഞേ ഒരു 9 മണിയൊക്കെയായപ്പം എൻ്റെ വീട്ടിൻ്റെ ഈ മുകളിൽ കുറുക്കനെങ്കിൽ ചത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഈ കഴുത്തിൻ്റെ ഇവിടെ 2 സൈഡിൽ ഇങ്ങനെ വലിയ വിരൽ കയറി പോകുന്ന മുറിവായിട്ട്, പിന്നെ മേത്തോടെയൊക്കെ 1-2 പാടുകളൊക്കെ ഉണ്ട്. വയറൊക്കെ വീർത്തായിരുന്നു. ഇങ്ങനെ മുറിവുകൾ. അപ്പം ഇങ്ങനെ അവരെ കുറച്ചുകാരെ വിളിച്ച് പറഞ്ഞ് കുറച്ചുകാർ വന്ന് ഇവിടെ നോക്കി. 4 പേര് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇത് പുലി പിടിച്ച് തന്നെയാണ്, അവരാണ് അവിടെ കൂടും വെച്ചേക്കുന്നത്, അവരാണെന്ന് പറഞ്ഞു. കൂടെ അവിടെ വെച്ചിട്ടുണ്ട് പറഞ്ഞു, പിടിച്ചേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവരത് എടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഈ താഴെ അതിന് 2 ദിവസം മുമ്പ് റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടായിരുന്നു, ഓട്ടോറിക്ഷ വണ്ടിയെ പോയവർ ഓട്ടോറിക്ഷക്കാർ കണ്ടു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ മൊത്തം ഒന്ന് ശ്രദ്ധിക്കണം, മൃഗങ്ങളെയൊക്കെ ഉള്ളവരും ആടും പശുവൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതിനു സമീപം പാറക്കടവ് നെടിയകാട് റൂട്ടിൽ രാത്രിയിൽ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ പുലി കുറുകെ ചാടിയതായി വനംവകുപ്പിനെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും വളർത്തുമൃഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരിങ്കുന്നം ഇല്ലിച്ചാലിൽ ഇറങ്ങിയ പുലിയെ പിടികൂടുവാൻ വനംവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചെങ്കിലും കൂട് സ്ഥാപിച്ച ഇടവും കെണിയൊരുക്കിയ രീതിയിലും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് കരസ്ഥമാക്കി തൊടുപുഴ ന്യൂമാൻ കോളേജ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ന്യൂമാൻ കോളേജിന് ലഭിച്ചിരിക്കുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, ബർസാർ ഫാദർ ബെൻസൺ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാപനത്തിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ, സാമൂഹിക പ്രസക്തി, വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, പഠനാന്തരീക്ഷം, ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ, കലാകായിക മേഖലയിലെ നേട്ടങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക ബന്ധങ്ങൾ, NSS, NCC, പരിസ്ഥിതി സൗഹാർദ്ദം എന്നിവയുടെ പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നാക് ഗ്രേഡ് നിശ്ചയിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൊൻതൂവലായി നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് ലഭിച്ചതായി ന്യൂമാൻ കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലുള്ള മാനദണ്ഡമനുസരിച്ച് സ്ഥാപനത്തിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ, സാമൂഹിക പ്രസക്തി, വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, പഠനാന്തരീക്ഷം, ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ, കലാകായിക മേഖലയിലെ നേട്ടങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക ബന്ധങ്ങൾ, NSS, NCC, പരിസ്ഥിതി സൗഹാർദ്ദം എന്നിവയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് നാക് ഗ്രേഡ് നിശ്ചയിക്കുന്നത്.
ഇടുക്കി ജില്ലയിലെ പ്രഥമ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമെന്ന നിലയിൽ കോളേജ് നൽകുന്ന സേവനത്തെ വിലയിരുത്തി നാക് അക്രഡിറ്റേഷന്റെ ആദ്യകാലം മുതൽ തന്നെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കി വരുന്ന സംസ്ഥാനത്തെ എണ്ണപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ന്യൂമാൻ കോളേജ്. 1964 400 വിദ്യാർത്ഥികളുമായി ഒരു ജൂനിയർ കോളേജായി തുടക്കം കുറിച്ച ന്യൂമാൻ ഇന്ന് 2000-ൽ പരം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. 15 ബിരുദ കോഴ്സുകളും 8 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും 3 ഗവേഷണ കേന്ദ്രങ്ങളുമായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ വിദ്യാക്ഷേത്രം വിശുദ്ധ ഹെൻറി കാർഡിനൽ ന്യൂമാന്റെ നാമധേയത്തിലുള്ള ഇന്ത്യയിലെ ഏക എയ്ഡഡ് കോളേജാണ്. പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ക്യാമ്പസും പ്രകൃതി സംരക്ഷണത്തിന് സമൂഹത്തിൽ കോളേജ് നൽകുന്ന സംഭാവനകളും വഴി ദേശീയ തലത്തിൽ ലഭിച്ച സ്വച്ഛ് ഭാരത് അവാർഡ്, ഷെയർ എ ബ്രെഡ് പദ്ധതിക്ക് ലഭിച്ച ദേശീയ പുരസ്കാരം, ദേശീയ തലത്തിൽ നടപ്പിലാക്കിയ സ്ട്രൈഡ് പദ്ധതി, സംസ്ഥാന തലത്തിൽ നേടിയ ഹരിത ക്യാമ്പസ് അവാർഡുകൾക്കും കോളേജിനെ അർഹമാക്കിയിട്ടുണ്ട്. കായിക മേഖലയിൽ യൂണിവേഴ്സിറ്റി സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കോളേജ് സംസ്ഥാന തലത്തിൽ ഈ മേഖലയിൽ മുൻനിരയിൽ സ്ഥാനം അലങ്കരിക്കുന്നു. സജ്ജീകൃതമായ ഇൻഡോർ സ്റ്റേഡിയം, മികച്ച പരിശീലന സൗകര്യങ്ങൾ എന്നിവ മേഖലയിലുള്ള കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശാസ്ത്ര നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കോളേജിലെ ഗവേഷണ മേഖല. മോളിക്യുലർ ആൻഡ് ബയോളജിക്കൽ ലാബ്, അസ്ട്രോണമി റിസർച്ചിൽ സംഘടിപ്പിക്കുന്ന സൗകര്യങ്ങൾ, ലാംഗ്വേജ് ലാബ്, തിയേറ്റർ, ആധുനിക രീതിയിൽ സജ്ജീകൃതമായ കമ്പ്യൂട്ടർ ലാബുകൾ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ, മികച്ച ലൈബ്രറി എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾ ഗവേഷണങ്ങളെ മികച്ച നിലവാരത്തിലേക്ക് നയിക്കുന്നു. ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ വർഷം തോറും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ, വിവിധ രാജ്യങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുന്ന കോളേജിലെ അധ്യാപകർ, മികച്ച ഗവേഷകർ, രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള കണ്ടെത്തലുകൾ എന്നിവയെല്ലാം കോളേജിനെ വ്യത്യസ്തമാക്കുന്നു. IUCA, ISRO സ്റ്റാർട്ടപ്പ് സൗകര്യങ്ങളുള്ള ഏക കോളേജ് ന്യൂമാനാണ്. ഞങ്ങളുടെ സമർപ്പിതരായ അധ്യാപകരുടെയും പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളുടെയും പൂർണ്ണ പിന്തുണയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ നേട്ടം. ഭാവിയിലെ നേതാക്കളാകാൻ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന സമഗ്രമായ വിദ്യാഭ്യാസം നൽകാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഇത് വീണ്ടും ഉറപ്പാക്കുന്നുവെന്ന് ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് പറഞ്ഞു. ഈ ഒരു ഗ്രേഡ് ഇനിയും ഉയർന്ന പ്രവർത്തനം എല്ലാ മേഖലകളിലും കാഴ്ചവെക്കാനായിട്ട് സഹായകരമാണ്. ഇങ്ങനെ ഒരു ഗ്രേഡ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കലാലയത്തിന് ഇനി കൂടുതൽ ഗവേഷണ രംഗത്തും അതുപോലെ മറ്റു പ്രോജക്റ്റുകളും ഒക്കെ നേടിയെടുക്കാനായിട്ട് കോളേജിന് സാധിക്കുകയുള്ളൂ. അത്രമാത്രം അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഈ കലാലയത്തിന് എത്രമാത്രം ഒരു മികവ് എല്ലാ മേഖലകളിലും നേടിയെടുക്കാൻ സാധിച്ചു. ഇത് കോളേജിന്റെ IQAC ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഈ കോളേജിലേക്കുള്ള എല്ലാവിധ നമ്മൾ ഈ അക്രഡിറ്റേഷന് വേണ്ടി വിലയിരുത്തലിന് വേണ്ടിയിട്ടുള്ള എല്ലാ രംഗങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള നമ്മൾ അതിൻ്റെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. കോളേജിന്റെ IQAC കോർഡിനേറ്റർ ഡോക്ടർ അഞ്ജു TR, അതുപോലെ നാക് കോർഡിനേറ്റർ ഡോക്ടർ ജെനി K. അലക്സ്, ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ കോളേജ് എല്ലാ അധ്യാപകരെ വിദ്യാർത്ഥികളെ എല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണിത്. അത് കോളേജിനെ സംബന്ധിച്ച് അതേപോലെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയൊരു മികവ് നേടിയെടുക്കാൻ ഇടുക്കി ജില്ലയിലെ ഈ കലാലയത്തിന് സാധിച്ചതിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരിയേറെ അഭിമാനമുണ്ട്. നാക് പുനരക്രഡിറ്റേഷൻ നേട്ടം ന്യൂമാൻ കോളേജിന്റെ വരും വർഷങ്ങളിൽ കൂടുതൽ ഉയരങ്ങൾ കൈവരിക്കുന്നതിനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൗരസമൂഹം വാർത്തെടുക്കുന്നതിനും സഹായകരമാകട്ടെ എന്ന് കോളേജിന്റെ രക്ഷാധികാരി കോതമംഗലം രൂപത അധ്യക്ഷനുമായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അറിയിച്ചു. കോളേജിന്റെ നാക് A++ നിറവിൽ നിൽക്കുമ്പോൾ കോളേജിനെ ഇന്നത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുള്ള മൺമറഞ്ഞ പിതാമഹന്മാരെ നന്ദിയോടെ ഓർക്കുന്നു. സ്ഥാപക രക്ഷാധികാരി മാർ മാത്യു പോത്തനാമുഴി പിതാവിനെയും 4 പതിറ്റാണ്ടോളം ഇതിന്റെ രക്ഷാധികാരിയും കോതമംഗലം രൂപതയുടെ മെത്രാനുമായിരുന്ന ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെയും ഇപ്പോഴത്തെ രക്ഷാധികാരിയും രൂപതാധ്യക്ഷനുമായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിനെയും എല്ലാ മാനേജർമാരെയും എല്ലാ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിമാരെയും എല്ലാ പ്രിൻസിപ്പൽമാരെയും വൈസ് പ്രിൻസിപ്പൽമാരെയും ബർസാർമാരെയും ഈ യാത്രയിൽ അനുസ്മരിക്കുന്നു. കോളേജിന്റെ ഇപ്പോഴത്തെ മാനേജർ റവറൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിലിന്റെയും എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഡോക്ടർ പോൾ പാറത്താഴത്തുമാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസിന്റെയും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാമിന്റെയും ബെർസാർ ഫാദർ ബെൻസൺ ആന്റണിയുടെയും IQAC കോർഡിനേറ്റർ ഡോക്ടർ അഞ്ജു TR, നാക് കോർഡിനേറ്റർ ഡോക്ടർ ജെന്നി K. അലക്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ പുനരക്രഡിറ്റേഷൻ പ്രക്രിയ നടന്നത്. ഡിപ്പാർട്ട്മെന്റ് മേധാവിമാർ, അധ്യാപകർ, അനധ്യാപകർ, PTA, പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ, NSS, NCC മുതലായ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ ഈ കലാലയം മികവിൽ നിന്ന് മികവിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്.
കോളേജ് കരസ്ഥമാക്കിയ ഉന്നത നേട്ടത്തിൽ PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ന്യൂമാനൈറ്റ്, പൗരപ്രമുഖർ തുടങ്ങിയവർ അഭിനന്ദനം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം, ബർസർ ഫാദർ ബെൻസൺ ആന്റണി, PRO പ്രജീഷ് സി മാത്യു, നാക് കോർഡിനേറ്റർ ഡോക്ടർ ജെന്നി കെ അലക്സ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഡാൻ ഗ്രേഡ് 2024 ഏപ്രിൽ 29-ന് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഡെമോൺസ്ട്രേഷൻ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. മുൻ ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നടത്തും. 37 വർഷം മുമ്പ് കരിമണ്ണൂരിൽ ആരംഭിച്ച കരാട്ടെ പരിശീലന പരിപാടി ജില്ലയിലെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. മുൻ ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസ് IPSന്റെ താൽപര്യപ്രകാരമാണ് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും കരാട്ടെ പരിശീലനം ആരംഭിച്ചത്. തുടർന്ന് പൊതുജനങ്ങൾക്കും ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടു. ബേബി എബ്രഹാമിന്റെ 50-നു മേൽ വരുന്ന ശിഷ്യഗണങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിലും സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ കരാട്ടെ പരിശീലനം നടത്തിവരികയാണ്. ഓൾ കേരള ഹിൻഡ് ഷിറ്റോറിയു കരാട്ടെ സ്റ്റൈൽ ചെയർമാനും റിട്ടയർഡ് DYSPയുമായ മാത്യു പോളിന്റെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നേടിക്കൊണ്ട് 45 വനിതകളും 40 പുരുഷന്മാരും അടങ്ങുന്ന 85 പേർ ഒരുമിച്ച് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഡാൻ ഗ്രേഡ് നടത്തുന്ന ഏക ജില്ലയായി ഇടുക്കി ജില്ലയെ മാറ്റിയെടുക്കാൻ ബേബി എബ്രഹാമിന് കഴിഞ്ഞിരിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ജില്ലാ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഡാൻ ഗ്രേഡ് 2024 ഏപ്രിൽ 29-ന് രാവിലെ 10:30-ന് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിക്കും. ഡെമോൺസ്ട്രേഷൻ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. മുൻ ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസ് IPS സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നടത്തും. ഇടുക്കി ജില്ലാ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് നമ്മുടെ തിങ്കളാഴ്ച 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30-ന് ഉദ്ഘാടനം ടൗൺ ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഇടുക്കി ജില്ലാ ഹിന്ദ് ഷിറ്റോറിയു കരാട്ടെ സ്റ്റൈൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ മാത്യു വടക്കൻ, അതേമാതിരി ഹൻഷി മാത്യു പോൾ ആമുഖ പ്രസംഗവും നടത്തും. ഡെമോൺസ്ട്രേഷൻ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് IPS നിർവഹിക്കും. മുൻ ജില്ലാ പോലീസ് മേധാവി ശ്രീ VU കുര്യാക്കോസ് IPS കരാട്ടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിക്കും. തുടർന്ന് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗം K ശശിധരൻ, നാഗപ്പുഴ സെൻറ് മേരീസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ കടവൻ, സൗത്ത് ഇന്ത്യൻ മാസ്റ്റർ AGA രാജ എന്നിവർ പ്രസംഗിക്കും. 37 വർഷങ്ങൾക്ക് മുമ്പ് കരിമണ്ണൂരിൽ ആരംഭിച്ച കരാട്ടെ പരിശീലന പരിപാടി ജില്ലയിലെമ്പാടും പടർന്നു പന്തലിച്ചു. വളരെ ദീർഘവീക്ഷണമുണ്ടായിരുന്ന മുൻ ജില്ലാ പോലീസ് മേധാവി ശ്രീ VS കുര്യാക്കോസ് IPS അവറുകൾ പ്രത്യേക താൽപ്പര്യമെടുത്തതുകൊണ്ട് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും കരാട്ടെ പരിശീലനം നിർബന്ധമാക്കി. ഇടുക്കി ജില്ലാ ഹിൻഡ് ഷിറ്റോറിയു കരാട്ടെ സ്റ്റൈൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ മാത്യു വടക്കൻ സ്വാഗതം ആശംസിക്കും. ഓൾ കേരള ഹിൻഡ് ഷിറ്റോറിയു കരാട്ടെ സ്റ്റൈൽ ചെയർമാനും റിട്ടയർഡ് DYSPയുമായ മാത്യു പോൾ ആമുഖ പ്രസംഗം നടത്തും. മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി MS പവനൻ മുഖ്യപ്രഭാഷണം നടത്തും. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗം K ശശിധരൻ, നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ കടവൻ, സൗത്ത് ഇന്ത്യൻ മാസ്റ്റർ AGA രാജ, ബേബി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സന്ധ്യ സജീവ്, ദിവ്യ CL, ബേബി എബ്രഹാം, യദുരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 28 വോട്ടർമാർ ഉള്ളതിൽ 2 പേർ മാത്രം വോട്ട് ചെയ്ത ഒരു ബൂത്ത്. പീരുമേട് താലൂക്കിലെ കുമളി പഞ്ചായത്തിൻ്റെ 106-ാം നമ്പർ ബൂത്തായ പച്ചക്കാനം എന്ന സ്ഥലത്താണ് 2 പേർ മാത്രം വോട്ട് രേഖപ്പെടുത്തിയത്. ഈ ബൂത്ത് സ്ഥിതി ചെയ്യുന്ന മ്ലാപ്പാറ വില്ലേജിലാണ്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന പച്ചക്കാനം എസ്റ്റേറ്റാണ് ഇവിടം. ആകെ വോട്ടർമാർ 28 പേർ. അതിൽ വോട്ട് രേഖപ്പെടുത്തിയവർ 2 പേർ. പീരുമേട് താലൂക്കിലെ കുമളി പഞ്ചായത്തിന്റെ 106-ാം നമ്പർ ബൂത്തായ പച്ചക്കാനം എന്ന സ്ഥലത്താണ് 2 പേർ വോട്ട് രേഖപ്പെടുത്തിയത്. ഈ ബൂത്ത് സ്ഥിതി ചെയ്യുന്നത് മ്ലാപ്പാറ വില്ലേജിലാണ്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന പച്ചക്കാനം എസ്റ്റേറ്റാണ് ഇവിടം. ഏലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പോളിംഗ് ബൂത്ത് അനുവദിച്ചത്. ഞാൻ 10-15 കൊല്ലം ഇവിടെ വോട്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു 20 കൊല്ലം ഇവിടെ താമസിച്ചു. പച്ചക്കാനം പാപ്പച്ചമ്മയുടെ അവിടെ. അത് കഴിഞ്ഞ് ഇവിടെയാ വോട്ട് ചെയ്യുന്നത്. എന്റെ വോട്ട് മൊത്തം ഇവിടെയാ.
അക്കാലത്ത് നിരവധി തൊഴിലാളികളും തോട്ടമുടമകളും ഇവിടെ വോട്ട് രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ പിന്നീട് തൊഴിലാളികൾ പിരിഞ്ഞുപോയതോടെ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് അനുഭവപ്പെട്ടു. നിലവിൽ 28 വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിലും പലരും ഇവിടെ നിന്ന് താമസം മാറിപ്പോയവരാണ്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പച്ചക്കാനം 20 കിലോമീറ്ററിന് മുകളിൽ ദൂരം വരും. ന്യൂസ് ബ്യൂറോ, പീരുമേട്. കുരങ്ങാട്ടിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കുരങ്ങാട്ടി മുട്ടത്ത് വിലാസിനിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ കാട്ടുപന്നി വീണ വിവരം തിരിച്ചറിയുന്നത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മച്ചിപ്ലാവിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പിന്നീട് അടിമാലിയിൽ നിന്നുള്ള RRT സംഘമെത്തി കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്ന ശേഷം മൃതദേഹം മറവ് ചെയ്തു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കുരങ്ങാട്ടി മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ടീച്ചറിന്റെ കിണറ്റിൽ കാട്ടുപന്നി വീണിരിക്കുന്നത്. ഇവിടെ ഒരു കൃഷിയും കർഷകർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കപ്പ എടുത്തില്ല, കപ്പ കൃഷി ഇവിടെ ഉപേക്ഷിച്ചു. വാഴ ചെയ്യാൻ പറ്റത്തില്ല. വാഴ പൊങ്ങി ഒരടി 2 അടിയൊക്കെ പൊക്കം വരുമ്പോൾ വാഴ മുഴുവൻ കുത്തി നശിപ്പിച്ച് കളയും. ഏലത്തിന്റെ ചുവട്ടിൽ വളമിടാൻ പറ്റത്തില്ല. ഒരു കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും തൈ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ, ഫലവൃക്ഷത്തൈ നട്ടു കഴിഞ്ഞാൽ അത് ചുവടെ കുത്തി മാന്തി പറിച്ച് കളയും. 100 കണക്കിന് കാട്ടുപന്നികൾ കൂട്ടത്തോടെയാണ് പറഞ്ഞത്. അത് ഒരു ദിവസം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം വരെയുണ്ട്. രാത്രി നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാട്ടുപന്നി ചിലപ്പം നമ്മളെ കാട്ടുപന്നി കുത്തി മറിക്കും, അല്ലെങ്കിൽ വീടിനകത്തേക്ക് ഇടിച്ചു കയറും. ആ ഒരു അവസ്ഥയുണ്ട് കുരങ്ങാട്ടിയിൽ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെതിരെയുള്ള നടപടി, ഇതിന്റെ ശല്യം കുറയ്ക്കാനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആകെ ആവശ്യം. വിലാസിനിയുടെ വീടിന് ഏതാനും മീറ്റർ അകലെയാണ് കിണറുള്ളത്. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത്. ഈ കിണറ്റിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തായിരുന്നു കുടുംബം ശുദ്ധജലം ഉപയോഗിച്ചിരുന്നത്. കിണറ്റിൽ വീണ കാട്ടുപന്നി മോട്ടോറുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിച്ചു. കിണറ്റിലകപ്പെട്ട പന്നി തനിയെ രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപം 4 റോഡുകൾ കൂടുന്ന ഭാഗത്ത് ഇരുചക്ര വാഹനത്തിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഏറെ തിരക്കനുഭവപ്പെടുന്ന ഇവിടെ യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. കാരിക്കോട് ഭാഗത്തു നിന്നും തിരിച്ചങ്ങോട്ടും നിരവധി വാഹനങ്ങൾ പോകുന്നു. അതുപോലെ മങ്ങാട്ടുകോല ഭാഗത്തു നിന്നും തിരിച്ചും വാഹനങ്ങളുടെ തിരക്കാണ്. 4 ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്നത് മൂലം അപകടം പതിവാണ്. അടുത്ത നാളിൽ ഈ ഭാഗം ടൈൽ വിരിച്ചിരുന്നു. റോഡിന് വീതി ഉണ്ടായതോടെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതുമൂലം ഗതാഗതക്കുരുക്കും പതിവാണ്. കാരിക്കോട് റോഡിൽ ഭാരവാഹനങ്ങൾ നിരോധിച്ചതായി ഇവിടെയും കാരിക്കോടും പൊതുമരാമത്ത് അധികൃതർ ബോർഡ് വച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആരും പാലിക്കാറില്ല. ഇടുക്കിയിൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഇടതുപക്ഷത്തിന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട മുഴുവൻ വോട്ടുകളും കൃത്യമായി ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും പൂർണ്ണ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ജോയ്സ് ജോർജ് വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പോൾ ചെയ്യുന്ന നമുക്ക് ലഭിക്കാവുന്ന മുഴുവൻ വോട്ടുകളും ചിട്ടയായ ഇലക്ഷൻ പ്രവർത്തനത്തിലൂടെ ഈ പ്രാവശ്യം പോൾ ചെയ്തിട്ടുണ്ട്. LDFന് ലഭിക്കേണ്ട ഒരു വോട്ട് പോലും പോൾ ചെയ്യാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും LDFിൻ്റെയോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെയോ വിജയസാധ്യതയെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ വ്യാപകമായിട്ടുള്ള ഇരട്ട വോട്ടുകളും കള്ളവോട്ടുകളും നടന്നിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള LDFിൻ്റെ ശ്രമമാണെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? അല്ല, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പല ആളുകളും പല ന്യായീകരണങ്ങളും കണ്ടെത്തും. അതിനപ്പുറത്തേക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്തായാലും എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ വ്യാപകമായി കള്ളവോട്ട് നടന്നതായിട്ടോ ഇരട്ടവോട്ട് സംഭവിച്ചതായിട്ടോ എൻ്റെ ശ്രദ്ധയിലില്ല. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇരട്ടി വോട്ടുകളോ കള്ളവോട്ടുകളോ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അങ്ങനൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം എന്താണ്? പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം സംസ്ഥാന തലത്തിൽ കോൺഗ്രസിനോടുള്ള ആളുകളുടെ ഒരു നിലപാടിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എതിരായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളോട് കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന, കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ആ വലിയ വിഭാഗം ആളുകൾ അവർ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അതിനെ വളരെ നിസ്സംഗതയോടുകൂടിയാണ് സമീപിച്ചത്.
അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെല്ലാം വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിൽ വലിയ ആൾക്കൂട്ടവും വലിയ ആവേശവും ഉണ്ടാകുമ്പോൾ UDF കേന്ദ്രങ്ങളിൽ ഒരു വല്ലാത്ത നിസ്സംഗതയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് പൊതുവെ ആളുകൾ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യവും എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകളുടെ ഒരു വിശ്വാസക്കുറവാണ് ആ കോൺഗ്രസിന് ആഭിമുഖ്യമുണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇടുക്കിയിലാണെങ്കിൽ 10% വോട്ടിംഗ് പെർസെൻറ്റേജാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറവുള്ളത്. നിയമസഭാ ഇലക്ഷനുകളുമായി താരതമ്യം ചെയ്യുമ്പോഴും ഏതാണ്ട് അത്രത്തോളം തന്നെ കുറവാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും UDFനൊപ്പം നിന്നിരുന്ന ആ വിഭാഗം ആളുകൾ ഈ പ്രാവശ്യം പോളിംഗ് ബൂത്തിൽ പോകണ്ട എന്ന് തീരുമാനിച്ചു തന്നെയാണ് അത് തെളിയിക്കുന്നത്. ചിട്ടയായ ഒരു ഇലക്ഷൻ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രാവശ്യം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന മുഴുവൻ സമ്മതിദായകരെയും നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്തുകയും അവരെ ആ രീതിയിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മാങ്കുളം സുകുമാരൻ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ NHM ഹോമിയോ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ എത്തിയിട്ടില്ല. ആശുപത്രി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല വയറിംഗ് ജോലികൾ പോലും നടത്തിയിട്ടില്ല. കല്ലാർ മാങ്കുളം റോഡിനടുത്ത് മാങ്കുളം സുകുമാരൻ കടയ്ക്ക് സമീപമാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടർ ഉൾപ്പെടെ 2 ജീവനക്കാർ ആശുപത്രിയിലുണ്ട്. പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് രോഗികൾ ചികിത്സ തേടിയും ഇവിടെ എത്തുന്നു. എന്നാൽ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ ലഭ്യമായിട്ടില്ല. ആശുപത്രി ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല വയറിംഗ് ജോലികൾ പോലും നടത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യം. മാങ്കുളം പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിക്ക് ഇപ്പോഴും വൈദ്യുതി കിട്ടിയിട്ടില്ല. വൈദ്യുതി എത്രയും അടിയന്തരമായിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഹോമിയോ ആശുപത്രിക്കുണ്ട്. ഈ പല മരുന്നുകളും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രോഗികൾക്ക് കൊടുക്കുകയും അതുപോലെ മഴക്കാലമായിരുന്നാൽ ഇരുട്ടാണ് ഈ ഹോമിയോ ആശുപത്രിക്കുള്ളിൽ. ഡോക്ടർക്ക് നന്നായിട്ട് കാണാൻ പോലും സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഹോമിയോ ആശുപത്രിക്ക് വൈദ്യുതി നൽകണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം. 2 നിലകളിലായാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ആദ്യം ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് രണ്ടാമതൊരു നില കൂടി ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചു. 2 നിലകളുടെയും വയറിംഗ് ജോലികൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആവശ്യഘട്ടത്തിൽ എമർജൻസി ലാമ്പിന്റെ വെളിച്ചമാണ് ജീവനക്കാർക്കും രോഗികൾക്കുമൊക്കെ ആശ്രയം. പകൽ സമയത്തെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ജീവനക്കാർക്കും രോഗികൾക്കും ഒന്നും യാതൊരു രക്ഷയുമില്ല. മഴക്കാലമാകുന്നതോടെ പകൽ സമയത്തും കെട്ടിടത്തിനുള്ളിൽ ഇരുട്ട് പരക്കും. വൈദ്യുതി ഇല്ലാത്തതിനാൽ കമ്പ്യൂട്ടറോ അനുബന്ധ ഉപകരണങ്ങളോ ഒന്നും ആശുപത്രിയിലില്ല. പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ട ആശുപത്രിയിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, മാങ്കുളം. തെരഞ്ഞെടുപ്പിന് ശേഷം ബൂത്ത് ഓഫീസും പരിസരവും വൃത്തിയാക്കി UDF പ്രവർത്തകർ മാതൃകയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, വാർഡ് മെമ്പർമാരായ റഷീദ് തോട്ടങ്കൽ, സുബൈദ സുബൈർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ബൂത്തും പരിസരവും ശുചീകരിച്ചത്. മാതൃകയായി UDF പ്രവർത്തകർ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി UDF വണ്ണപ്പുറം ടൗണിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ഓഫീസും പരിസരവും വോട്ടെടുപ്പ് തീർന്നതോടെ UDF പ്രവർത്തകർ വൃത്തിയാക്കി. പോസ്റ്ററുകളും ഒഴിഞ്ഞ വെള്ളക്കുപ്പികളും ശേഖരിച്ച് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറുവാനായി കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, വാർഡ് മെമ്പർമാരായ റഷീദ് തോട്ടുങ്കിൽ, സുബൈദ സുബൈർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പരിസരം ശുചീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി. കലശപൂജയ്ക്ക് ബ്രഹ്മശ്രീ മനയത്താറ്റ് ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശേഷാൽ ദീപാരാധന, ഭജന, ഗാനമേള, അത്താഴക്കഞ്ഞി തുടങ്ങിയവയും ഉണ്ടായിരുന്നു. നിരവധി പേർ പങ്കെടുത്തു. അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തിയാദരപൂർവ്വം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ബ്രഹ്മശ്രീ മണയത്താറ്റ് ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശപൂജയോടെ ആചാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. വൈകിട്ട് വിശേഷാൽ ദീപാരാധനയും ഉണ്ടായിരുന്നു. തുടർന്ന് ശ്രീധർമ്മശാസ്ത്ര ഭജന സംഘം അവതരിപ്പിച്ച ഭജന, അത്താഴക്കഞ്ഞി, സ്റ്റാർ ബീറ്റ്സ് തൊടുപുഴയുടെ ഗാനമേള എന്നിവയും നടത്തി.
ക്ഷേത്ര ചടങ്ങുകളിലും കലാപരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പുലിയെ കണ്ടതായി പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് സന്ദർശനം നടത്തി. മുനിസിപ്പൽ കൗൺസിലർമാരും ഒപ്പമുണ്ടായിരുന്നു. ഇരുട്ട് പോലെ വന്നു, ഇരുട്ട് പോലെ അങ്ങനെയാണ് നല്ലൊരു കാറിൻ്റെ എഫക്റ്റ് വരുന്നത്. നമുക്കറിയാലോ എവിടെയാണ് അതാണ് വള്ളിപ്പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കി നല്ലതാണ്. തൊടുപുഴ നഗരസഭയുടെ അതിർത്തി മേഖലയായ മഞ്ഞുമാവ് മേഖലയിലെ ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതായി നാട്ടുകാർ ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി. അത് അനുസരിച്ച് ബഹുമാനപ്പെട്ട വാർഡിൻ്റെ കൗൺസിലർ അരിച്ചേട്ടൻ ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാർ ഇവിടെ വരികയും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു കുറുക്കനെ ആക്രമിക്കുകയും കുറുക്കൻ ചത്ത ഒരു സ്ഥിതി ഈ പ്രദേശത്ത് കാണുകയുണ്ടായി. ഫോറസ്റ്റുകാർ വരികയും അവരുടെ നിഗമനമനുസരിച്ച് ഏകദേശം പുലിയാണ് എന്നുള്ളൊരു സാധ്യത കണക്കിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല വീടുകളുടെയും രാത്രി സമയങ്ങളിൽ ഈ പ്രദേശത്ത് ഒരു ജനവാസ മേഖല ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. ഒട്ടനവധി വീടുകൾ 10-40 കുടുംബങ്ങളുണ്ടെങ്കിലും സ്ഥലത്തിൻ്റെ ദൂരപരിധി വെച്ച് പല മേഖലകളിലായിട്ടാണ് പല സ്ഥലങ്ങളിലും രാത്രി കാലങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതായി നാട്ടുകാർ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കരിങ്കുന്നം പുറപ്പുഴ ഗ്രാമപഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. അപ്പം ജനങ്ങൾ ഈ പ്രദേശത്തെ ആളുകൾ വളരെ ജാഗ്രത രൂപരായിരിക്കണം. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ സാന്നിധ്യം കണ്ട മേഖലകളിൽ ക്യാമറ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിയാരി മേഖലയിലെ മുട്ടം അതുപോലെ ഒറ്റല്ലൂർ പല പ്രദേശങ്ങളിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ തൊട്ടടുത്ത് പഞ്ചായത്തുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തും ഇതുപോലെ ജനങ്ങൾ കൃഷിപ്പണിക്കും മറ്റു ജോലികൾക്കൊക്കെ പോകുന്നതാണ്. ജനവാസ മേഖല ആണെങ്കിലും ഈ പ്രദേശത്ത് റബ്ബർ തോട്ടങ്ങളൊക്കെ ഒട്ടനവധി കൊണ്ട് ആളുകൾക്ക് ഒരു പേടി ആയിട്ടുള്ളൊരു സ്ഥിതിവിശേഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് അവരോട് പ്രാഥമികമായിട്ടുള്ള അവരുടെ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും നടത്തി വരികയാണ്. തൊടുപുഴ നഗരസഭയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മറ്റു നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധുവായ രോഗിക്ക് മരുന്ന് വാങ്ങി ഇരുചക്ര വാഹനത്തിൽ മടങ്ങി വരുന്ന വഴിയിൽ കാട്ടാനകളുടെ മുന്നിലകപ്പെട്ടവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വണ്ടിപ്പെരിയാർ സത്രം കോളനിയിൽ താമസക്കാരനായ വർഗീസ്, അയ്യപ്പൻ എന്നിവരാണ് രക്ഷപ്പെട്ടത്. വണ്ടിപ്പെരിയാറിൽ നിന്ന് വർഗീസും സുഹൃത്തായ അയ്യപ്പനും ബൈക്കിൽ സത്രത്തിലെ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഇന്നലെ രാത്രി 10:30 മൗണ്ടിനും ശബരിമലയ്ക്കും ഇടയിലായി കറുപ്പസ്വാമി കോവിലിന് സമീപമുള്ള വളവിൽ ഇവർ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും മുന്നിൽപ്പെട്ടത് രക്ഷപ്പെട്ടോടുന്നതിനിടയിൽ ഇരുവർക്കും വീണ് പരിക്കേറ്റു. ഇവരുടെ ഇരുചക്ര വാഹനത്തിനും ആനകൾ കേടുപാടുകൾ വരുത്തി. ശബരിമല മൗണ്ടിനും ശബരിമലയ്ക്ക് ഇടയ്ക്കും ഗജേന്ദ്രൻ്റെ വീടിൻ്റെ ഭാഗത്ത് സ്ഥലമായിട്ട് ഈ 4 കൊല്ലമായിട്ട് എപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ഒരു ടേണിങ് കറങ്ങി ഇങ്ങോട്ട് മാറുമ്പോൾ ആന വഴിയിൽ നിൽക്കുമായിരുന്നു. ആനയും ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതിനെ പേടിച്ചിട്ട് എൻ്റെ കൂടെ വന്നവൻ അവനും ബൈക്കിട്ട് ചോദിച്ചു ഞാൻ മേലിൽ ഓടിയപ്പോൾ എന്നെ ഓടിച്ചിട്ട് ആ റോഡ് നീളെ ഓടിച്ചിട്ട് കുഞ്ഞും അത് തള്ളയും കൂടി ഓടിച്ചിട്ട് അപ്പുറത്ത് ഒത്തിരി വശക്കടായി. ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെപ്രാളവും അതിൻ്റെ ഒച്ചയും കേൾക്കുമ്പോൾ ആകെ കൈയും കാലും തളർന്ന് അപ്പം തന്നെ ഞാൻ റോട്ടിൽ കൂടെ ഇങ്ങനെ ഇളഞ്ഞ് ഓടി അങ്ങോട്ട് മാറി ഒരു മുള്ളുവേലിക്കകത്ത് ചാടാൻ പോകുമ്പോൾ എൻ്റെ മുണ്ട് വലിച്ചു പിടിച്ചു. എൻ്റെ മുണ്ട് അതിന് കിട്ടിയപ്പോൾ പിന്നെ മുണ്ട് കീറാൻ തുടങ്ങി. അന്നേരം ഞാൻ പതുക്കെ ഇളഞ്ഞ് അപ്പുറത്ത് ചെറുതായിട്ട് അങ്ങോട്ട് മാറി പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി. പക്ഷേ വശക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടവും അവിടെ ആ സമയത്ത് ഒരു മരണത്തിൻ്റെ ഒരു വെപ്രാളം തന്നെ ഉണ്ടായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഈ സമയം അതുവഴി കടന്നുപോയ സത്രം സ്വദേശി രഞ്ജിത്തിന്റെ മാരുതിക്കാരനും കാട്ടാനകൾ ചെറിയ തോതിൽ കേടുപാട് വരുത്തി. സത്രം ഭാഗത്ത് ഒരു ഭാഗം പെരിയാർ കടുവ സങ്കേതത്തിന്റെയും മറുഭാഗം സ്വകാര്യ തോട്ടഭൂമിയുമാണ്.
സ്വകാര്യ തോട്ടത്തിൽ ഈച്ചകളും മുളക്കൂട്ടങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട്. ഇത് ഭക്ഷിക്കുന്നതിനായിട്ടാണ് കാട്ടാനകൾ ഇവിടെ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ പാറക്കടവിലും പഞ്ചവടി പാലത്തിന് സമീപവും പുലി ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. പാറക്കടവ് കൂറുകുന്ന് ഭാഗത്ത് കഴിഞ്ഞ ദിവസം കുറുനരിയെ കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് കരസ്ഥമാക്കി തൊടുപുഴ ന്യൂമാൻ കോളേജ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ന്യൂമാൻ കോളേജിന് ലഭിച്ചിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, കോളേജ് ബർസാർ ഫാദർ ബെൻസൺ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ല കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഡാൻ ഗ്രേഡ് 2024 ഏപ്രിൽ 29 തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുരങ്ങാട്ടിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കുരങ്ങാട്ടി മുട്ടത്ത് വിലാസിനിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത്. തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപം 4 റോഡുകൾ കൂടുന്ന ഭാഗത്ത് ഇരുചക്ര വാഹനത്തിൽ ടോറസ് ഇടിച്ച് അപകടം. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.